ഓരോ വർഷവും ഏറെ കാത്തിരിക്കുന്ന ഒരു ദിനം പെസഹ. ഒരു രാത്രി മാത്രമല്ല, വിശ്വാസത്തിൻ്റെ ഓർമ്മ, ത്യാഗത്തിൻ്റെ അടയാളം, കുടുംബങ്ങൾ ഒന്നിച്ചു കൂടുന്ന വിശുദ്ധ നിമിഷം. അടുക്കളയിൽ കുരിശുപ്പും എൻട്രിയപ്പും ഒരുക്കുന്ന അമ്മയുടെ കൈകൾ, പ്രാർത്ഥനയിൽ മുഴുകുന്ന വീടിൻ്റെ നിശബ്ദത. ഇത് എൻ്റെ വീട്ടിലെ പെസഹയുടെ കഥ. പെസഹ വരുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്ന എൻ്റെ കുട്ടിക്കാലത്താട്ടോ. കുട്ടിക്കാലത്തെ പെസഹയ്ക്ക് എപ്പോഴും എന്നും ഒരു ഭയങ്കര മധുരമാണ്. കാരണം ചിലപ്പം അപ്പച്ചനും അമ്മച്ചിയും കസിൻസും റിലേറ്റീവ്സും എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. ഇന്നിപ്പം പലരും പല വഴിക്കൽ പഠിത്തം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ട് നമ്മുടെ വീടുകളിൽ എല്ലാവരും തന്നെ കുറവാണ്. എന്നിരുന്നാലും ആ പഴമയുടെ മഹത്വത്തോടുകൂടി തന്നെ ഇന്നും നമ്മൾ പെസഹ ആചരിച്ചു വരുന്നുണ്ട്. അങ്ങനെ പതിവ് പോലെ വീടെല്ലാം ക്ലീൻ ചെയ്ത് തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ മാവൊക്കെ കഴിച്ച് കുരിശപ്പം ഉണ്ടാക്കാൻ തുടങ്ങുകയുള്ളൂ. വീട്ടിലും അതുപോലെ തന്നെ പരിപാടികളൊക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. മമ്മി അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ കുഴച്ച്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചയൊക്കെ പറയും വീട്ടിലെ ആണുങ്ങളാണ് ഈ മാവ് കുഴയ്ക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ നമുക്കിപ്പം അങ്ങനെയല്ല. എല്ലാം മമ്മിയും അവർ ഒരുമിച്ച് ചെയ്യും. അവസാനം അപ്പത്തിൻ്റെ മുകളിലെ കുരിശ് വയ്ക്കുന്നത്, പ്രാർത്ഥിച്ച് കുരിശ് വയ്ക്കുന്നത് ഡാഡി ആയിരിക്കും ചെയ്യുന്നത്. അതായത് ആണുങ്ങൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരായിരിക്കും ചെയ്യുന്നത്. അപ്പം മുറിക്കുന്നതും ആണുങ്ങൾ തന്നെയുള്ളൂ, മുതിർന്ന പെണ്ണുങ്ങൾ ആരും മുറിക്കത്തില്ല. അങ്ങനെ നമ്മുടെ വീട്ടിൽ ഈ വാഴയിലയിലാണ് അപ്പം പൊതിഞ്ഞ് പ്രാർത്ഥിച്ച് അപ്പം പൊതിഞ്ഞ് ആവിയിൽ കയറ്റുന്നത്. ഈ വാഴയിൽ ശരിക്കും വെയിലത്ത് വെച്ചിട്ടാണ് വാട്ടിയെടുക്കുന്നത്, തീയിൽ വെച്ച് വാട്ടാറില്ല. ഇതേ മാവ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇൻട്രിയപ്പവും ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ അടുത്തത് നമ്മൾ കുരിശപ്പത്തിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കുരിശപ്പം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ഇനി നന്നായിട്ട് ആവിയിൽ വെന്ത് വരണം. ഇനി നമ്മൾ ഈ ഒരു അപ്പം കൊണ്ട് തന്നെ ഇൻട്രിയപ്പം ഉണ്ടാക്കും. ഇൻട്രിയപ്പം എനിക്ക് തോന്നുന്നു ഒരു വിധപ്പെട്ട എല്ലാവർക്കും അറിയാം എന്താണ് ഇൻട്രിയപ്പം എന്നുള്ളത്. നമ്മുടെ കുരിശിൻ്റെ മുകളിൽ ഒരു ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്, INR എന്ന് പറഞ്ഞിട്ട്, ജീസസ് ദ നാസറേൻ, കിങ്സ് ഓഫ് ദ ജ്യൂസ്. അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻട്രിയപ്പം ഉണ്ടാക്കുന്നത്. ഇൻട്രിയപ്പം ഉണ്ടാക്കുമ്പോൾ മമ്മി പറയും ഇതുപോലെ 4 മൂല കാണുന്ന രീതി മടക്കി വെച്ചിട്ട് വേണം ഇൻട്രിയപ്പം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഹിസ്റ്ററി സത്യത്തിൽ എനിക്ക് അറിയില്ല, എന്നാലും പണ്ട് എന്തൊക്കെ നമ്മൾ ചെയ്തിരുന്ന അതേപോലെ തന്നെ നമ്മൾ ഇന്നും അതങ്ങനെ തുടർന്നുകൊണ്ട് പോകും. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കുരിശപ്പവും ഇൻട്രിയപ്പം, നമ്മൾ വീട്ടിൽ അന്നത്തെ ദിവസം ഉണ്ടാക്കുന്ന 3 അപ്പങ്ങളാണ് കേട്ടോ. ഒന്ന് കുരിശപ്പം, പിന്നെ ഇൻട്രിയപ്പം, പിന്നെ വട്ടയപ്പം. അതും ഈ കുരിശപ്പം ഇൻട്രിയപ്പം ഒന്നും നമുക്ക് എപ്പോഴും പോയി ചോദിച്ചാൽ കിട്ടത്തൊന്നുമില്ല. അത് ഈ 50 ദിവസം, അതായത് ഒരു വർഷത്തിലൊന്നേ നമുക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ. 50 ദിവസം നോറ്റിരുന്നിട്ട് ആ 50ാമത്തെ ദിവസം ആചരിക്കുന്ന പെസഹ ഈശോയുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വലിയൊരു അനുസ്മരണമാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാക്കുന്ന ഈ അപ്പം കഴിക്കാൻ ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആണ്. ഒരു പ്രത്യേക ടേസ്റ്റാണത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വട്ടയപ്പം നമ്മൾ പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്, അങ്ങനെ കഴിക്കാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇൻട്രിയപ്പവും അടുപ്പിൽ വെച്ച് അടുപ്പിൽ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പാലുണ്ടാവും. അതായത് നമ്മളെ കുരിശപ്പത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ പാലും കൊടുക്കും. പാലെന്ന് പറയുന്നത് തേങ്ങാപ്പാലും ശർക്കരയും കൂടെ. അതിൻ്റെ കൂട്ടത്തിൽ ജീരകം, ഏലക്ക കൂടെ കൂട്ടി കുറുക്കിയെടുക്കുന്നതാണ്. നമ്മൾ അവിടെയും നമുക്ക് ഉച്ചാരണ ദിവസം കിട്ടുന്ന കുരിശ്, വെഞ്ചരിച്ച കുരിശ് പ്രാർത്ഥിച്ച് അതിലേക്ക് ഇട്ടതിന് ശേഷം ആണ് പാലും എടുക്കുന്നത്. അങ്ങനെ എല്ലാം നമ്മുടെ വീട്ടിലെല്ലാം റെഡിയായി നമ്മൾ മെല്ലെ നമ്മുടെ ടേബിളിലേക്ക് എല്ലാം പ്ലേസ് ചെയ്ത് വെക്കുകയാണ്. പെസഹയുടെ സമയങ്ങൾ, പെസഹ മുറിക്കാൻ വേണ്ടിയുള്ള സമയത്തെ ആയിക്കൊണ്ടിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് എല്ലാം നമ്മൾ സെറ്റാക്കി വെക്കുക. പാലിന് വേണ്ടിയിട്ടുള്ള കപ്പുകളും അങ്ങനെ ഒരു പ്രയറോട് കൂടിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ എൻ്റെ മമ്മിയുടെ 2 ആങ്ങളമാരും ആൻറ്റിമാരും ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പേരൊന്നുമില്ല, പക്ഷെ ഒരുപാട് പേരുണ്ടെങ്കിൽ ഒത്തിരി രസമായിരുന്ന ഒരു നിമിഷമാണിത്. അങ്ങനെ എല്ലാവരും വന്നു. കുടുംബത്തിലെ അമ്മച്ചി പറയും പോലെ തന്നെ കുടുംബത്തിലെ മുതിർന്ന ആണുങ്ങളായിരിക്കും പ്രാർത്ഥന ചൊല്ലുന്നതും നമ്മുടെ കുരിശപ്പം മുറിക്കുന്നതും. അപ്പം ഇന്ന് നമ്മുടെ വീട്ടിൽ മുറിക്കുന്നത് വല്യങ്കിളാണ്, അമ്മയുടെ മൂത്ത ആങ്ങളെയാണ്. അങ്കിളി തിരികൊളുത്തി നമ്മുടെ വീട്ടിലെല്ലാവരുടെ കൂടെ നിന്നിട്ട് പ്രയർ ചെല്ലാണ്. അതിനുശേഷം നമ്മുടെ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിൽ നോക്കിയിട്ടാണ് പ്രയർ ചെല്ലുന്നത്. പുസ്തകങ്ങളൊക്കെ വളരെ ചുരുക്കമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ്പം മുറിക്കും.
ഭാഗമായി അവിടെ വെക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ കുരിശപ്പം മുറിക്കാൻ പോവുകയാണ്. വല്ലെങ്കിലാണ് കുരിശപ്പം മുറിക്കുന്നത്. പ്രാർത്ഥിച്ച് കുരിശപ്പം മുറിക്കാൻ പോവാം. നമ്മളിപ്പം കുരിശപ്പം കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രായമുള്ള ആൾ മുതൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്ക് അങ്ങനെ ഏജ് വൈസ് ആയിരിക്കും കുരിശപ്പവും പാലും വട്ടയപ്പം കൂടിയാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ കുടുംബത്തിലുള്ളവരെല്ലാവരും ഒരുമിച്ചിരുന്ന് അപ്പം ഭക്ഷിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം പറയുന്നത്, ഈ കുരിശപ്പവും പാലും പിറ്റേ ദിവസത്തേക്ക് വെക്കാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാനസിക സത്യത്തിൽ എനിക്കറിയത്തില്ല. പക്ഷെ ഒരിക്കലും കുരിശപ്പം അന്നത്തെ ദിവസം എല്ലാവർക്കും കഴിക്കാൻ പാകത്തിന് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. ഇൻ കേസ് ഏതെങ്കിലും കാരണവശാൽ ബാക്കി വരികയാണെങ്കിൽ അത് അന്നേ ദിവസം തന്നെ അത് കത്തിച്ച് കളയുക ചെയ്യും. അതല്ലാണ്ട് പിറ്റേ ദിവസത്തേക്ക് വെക്കലില്ല. പിന്നെ നമ്മൾ ഇതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ ബാക്കി വരുന്നത്, അതായത് വട്ടയപ്പവും ഇൻട്രിയപ്പവും ഒക്കെ ചേർന്ന് നമുക്ക് ബാക്കി ഉണ്ടാവും. അതൊക്കെ നമ്മൾ പിറ്റേ ദിവസം ഗുഡ് ഫ്രൈഡേ അന്ന് നമ്മൾ പള്ളിയിൽ പോയിട്ട് വന്ന് ഒരു നേരമാണല്ലോ. അപ്പോൾ പള്ളിയിൽ പോയി വന്നതിന് ശേഷം ആ അപ്പം കഴിച്ചുകൊണ്ട് മാത്രമായിരിക്കും നമ്മൾ ഒരു നേരം ഇരിക്കുന്നത്. പിന്നെ വൈകുന്നേരമാണ് നമ്മളൊരു കഞ്ഞി വെച്ച് കുടിക്കുക. രാവിലെ വേറെ പലഹാരങ്ങളോ വേറെ ഒരു വകയുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കാറില്ല. അങ്ങനെ എല്ലാവരും വന്ന് അപ്പമൊക്കെ കട്ട് ചെയ്ത് അങ്കിളുമാരൊക്കെ നല്ല വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ മറ്റൊരു പെസഹ കൂടി ശാന്തമായി കടന്നുപോയി. ഇനി മനസ്സിൽ ഒരു സന്തോഷകരമായ കാത്തിരിപ്പ് ഈസ്റ്ററിനായി. പുനരുദ്ധാനത്തിൻ്റെ പ്രതീക്ഷയും വിശ്വാസവും നിറഞ്ഞ ആ മഹത്തായ ദിനത്തിന്